ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ഇ.ഡി. ഒരാളുടെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തി എന്ന വാർത്ത മാത്രം മതി രാജ്യവ്യാപകമായ ചർച്ചകൾ തുടങ്ങുവാൻ. എന്നാൽ എന്താണ് ഈ ഇ.ഡി.? ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഒരേ സമയം പ്രശംസയും വിമർശനവും നേരിടുന്നത്? ഇന്ന് നമുക്ക് ഇ.ഡിയുടെ ഉള്ളറകളിലേക്ക് കിടക്കാം. എന്താണ് ഇ.ഡി? ഇ.ഡി എന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഇത് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക അന്വേഷണ ഏജൻസിയാണ്. ഇ.ഡി എപ്പോഴാണ് രൂപീകരിച്ചത്? 1956 എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്ന പേരിൽ ഈ ഏജൻസി രൂപീകരിച്ചത്. അന്ന് ഇന്ത്യയിൽ വിദേശ നാണയ നിയന്ത്രണ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പിന്നീട് ഇതിൻ്റെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയി മാറി. കാലക്രമേണ ഇന്ത്യയിൽ കള്ളപ്പണം, ഹവാല ഇടപാടുകൾ, മണി ലോണ്ടറിംഗ്, വൻ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ വർദ്ധിച്ചതോടെ ഇ.ഡിയുടെ ശക്തിയും അധികാരവും വർദ്ധിച്ചു. ഇ.ഡി ആരുടെ കീഴിലാണ്? ഇ.ഡി നേരിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ എന്ന വിഭാഗത്തിൻ്റെ കീഴിലാണ് ഇ.ഡി. അതാണ് ഇ.ഡിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറയാൻ കാരണം. എന്നാൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നിയമപരമായ അധികാരങ്ങളാണ് ഇ.ഡി ഉപയോഗിക്കുന്നത്. ഇ.ഡിയുടെ മേധാവിയെ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നു. ഈ ഡയറക്ടറെ കേന്ദ്ര സർക്കാരാണ് നിയമിച്ചിരിക്കുന്നത്. ഇ.ഡി ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ഇ.ഡി പ്രധാനമായും 2 പ്രധാന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. ഇതാണ് ഇ.ഡിയുടെ ഏറ്റവും ശക്തമായ ആയുധം. ഒരു കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം നിയമാനുസൃത വരുമാനമായി കാണിക്കാൻ ശ്രമിക്കുന്നതിനെ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നു. ഉദാഹരണമായി അഴിമതി, മയക്കുമരുന്ന് വ്യാപാരം, തട്ടിപ്പ്, കള്ളക്കടത്ത്, ഇതിലൂടെ സമ്പാദിച്ച പണം പിന്നീട് നിയമപരമായ ബിസിനസ്സുകളിലൂടെ വെളുപ്പിക്കുന്നതിനെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് തടയാനായാണ് PMLA നിയമം കൊണ്ടുവന്നത്. രണ്ടാമതായി FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. വിദേശ നാണയ ഇടപാടുകളും രാജ്യാന്തര സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിക്കുന്ന നിയമമാണ് FEMA. വിദേശത്തേക്ക് അനധികൃതമായി പണം അയക്കൽ, അനുമതിയില്ലാതെ വിദേശ നിക്ഷേപം, ഹവാല ഇടപാടുകൾ, ഇതെല്ലാം ഇ.ഡിക്ക് അന്വേഷിക്കാം. ഇ.ഡി എങ്ങനെ കേസെടുക്കുന്നു? ഇ.ഡി സാധാരണയായി നേരിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാറില്ല. മിക്ക കേസുകളിലും ആദ്യം മറ്റൊരു ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഉദാഹരണമായി CBI, പോലീസ്, ഇൻകം ടാക്സ്, NIA, കസ്റ്റംസ്. ഈ ഏജൻസികൾ കണ്ടെത്തുന്ന കുറ്റകൃത്യങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പോ കള്ളപ്പണമോ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഇ.ഡി അന്വേഷണം ആരംഭിക്കും. ഇത് ECIR എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഇ.ഡിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്? ഇ.ഡിക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അന്വേഷണ അധികാരങ്ങളിൽ ചിലത് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇ.ഡിക്ക് വീടുകൾ, ഓഫീസുകൾ, ബാങ്ക് ലോക്കറുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവ റെയ്ഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കള്ളപ്പണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സ്വത്തുക്കൾ ഇ.ഡിക്ക് താൽക്കാലികമായി അറ്റാച്ച് ചെയ്യാം. വീടുകൾ, ഭൂമി, കാറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, കമ്പനികൾ എല്ലാം അന്വേഷണ പരിധിയിലാണ്. PMLA പ്രകാരം ഇ.ഡിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു വ്യക്തി മണി ലോണ്ടറിംഗിൽ പങ്കാളിയാണെന്നുള്ള വ്യക്തമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇ.ഡിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് അയക്കാം. സാക്ഷികളെയും പ്രതികളെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുവാനും അധികാരമുണ്ട്. ഇ.ഡിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ എന്തൊക്കെയാണ്? ഇ.ഡിയെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ വിവാദം രാഷ്ട്രീയമായി ഇ.ഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴും ആരോപിക്കുന്നത് ഇ.ഡിയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കൂടുതൽ റെയ്ഡുകളും അറസ്റ്റുകളും നടക്കുന്നു എന്ന വിമർശനവും ഉയരാറുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. അഴിമതിക്കെതിരെ ശക്തമായ നടപടിയാണ് നടക്കുന്നത് എന്നാണ് അവരുടെ വാദം. സുപ്രീം കോടതിയും ഇ.ഡിയും. ഇ.ഡിയുടെ അധികാരങ്ങളെക്കുറിച്ച് പല കേസുകളും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്.
2022 സുപ്രീം കോടതി PMLA നിയമത്തിന്റെ പല അധികാരങ്ങളും ശരിവയ്ക്കുകയുണ്ടായി. അതോടെ EDയുടെ അന്വേഷണ ശക്തി കൂടുതൽ ശക്തിപ്പെട്ടു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും ഇപ്പോഴും ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. പ്രധാനമായും ചില വിമർശനങ്ങളുണ്ട്. ജാമ്യം ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്, നീണ്ട ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാറുണ്ട്, ECIR പൊതുജനങ്ങൾക്ക് ലഭിക്കാത്തത് ഒരു പ്രശ്നമാണ്, അറസ്റ്റിലെ സുതാര്യത കുറവുമുണ്ട്. EDയുടെ അന്വേഷണത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരു ED റെയ്ഡ് എന്നത് സാധാരണ ഒരു സിനിമാ സീൻ പോലെയല്ല. ഇത് പലപ്പോഴും മാസങ്ങളോളം നീളുന്ന സാമ്പത്തിക അന്വേഷണമായിരിക്കും. ബാങ്ക് രേഖകൾ, ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ, ഷെൽ കമ്പനികൾ, ബിനാമി ഇടപാടുകൾ, വിദേശ അക്കൗണ്ടുകൾ എല്ലാം പരിശോധിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് കള്ളപ്പണം വെറും ക്യാഷായി മാത്രമല്ല സഞ്ചരിക്കുന്നത്. ക്രിപ്റ്റോ, ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ, ഗ്ലോബൽ ഫിനാൻഷ്യൽ നെറ്റ്വർക്കുകൾ എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ED അന്വേഷിക്കുന്ന പ്രധാന കേസുകൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യയിലെ നിരവധി ഹൈ പ്രൊഫൈൽ കേസുകളിൽ ED ഇടപെട്ടിട്ടുണ്ട്. ബാങ്ക് തട്ടിപ്പുകൾ, കോർപ്പറേറ്റ് ഫ്രോഡുകൾ, ഖനന അഴിമതി കേസുകൾ, മയക്കുമരുന്ന് കേസുകളിലെ സാമ്പത്തിക അന്വേഷണം, രാഷ്ട്രീയ അഴിമതി ആരോപണങ്ങൾ. ഇതോടെ ED പൊതുജന ചർച്ചകളിൽ സ്ഥിര സാന്നിധ്യമായി മാറി. EDയെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ്? EDയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇന്ത്യയിൽ വൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ശക്തമായ ഏജൻസി അനിവാര്യമാണ്. അഴിമതി, ഹവാല, കള്ളപ്പണം, അന്തർദേശീയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇവയെ നേരിടാൻ സാധാരണ പോലീസ് സംവിധാനം മാത്രം മതിയാകില്ല എന്നതാണ് അവരുടെ വാദം. എന്നാൽ വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്. അമിത അധികാരങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദം, തിരഞ്ഞെടുത്ത അന്വേഷണം, കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് ഇവയെല്ലാം EDയെ ചോദ്യം ചെയ്യാൻ കാരണമാക്കുന്നു. ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത്രയും അധികാരം നൽകുമ്പോൾ കൂടുതൽ സുതാര്യത വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ED ഒരു ഭാഗത്ത് അഴിമതിക്കെതിരായ ശക്തമായ ആയുധമായി വർത്തിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവുമാകുന്നു. എന്നാൽ സത്യം എന്താണ്? അത് കാലം തീരുമാനിക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയിലെ രാഷ്ട്രീയം, സാമ്പത്തിക വ്യവസ്ഥ, അധികാര സമവാക്യങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കാൻ EDയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.